ഹലോ, ഗുഡ് മോർണിംഗ്. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു സിനിമ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് രാത്രി വെയിറ്റ് ചെയ്തിട്ടിരുന്ന് കാണുന്നത്. പണ്ട് ഒരുപാട് സിനിമകൾ തിയേറ്ററിലൊക്കെ പോയിട്ട് ഏർലി മോർണിംഗ് ഫാൻ ഷോകളൊക്കെ കണ്ട കാലം ഉണ്ടായിരുന്നു, വളരെ പണ്ട്. അപ്പോൾ ഇന്ന്, അതായത് ജൂലൈ 25 ജിയോ ഹോട്ട്സ്റ്റാറിൽ സർസമീൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ റിലീസാവുന്നത്. തിയേറ്ററിലൊന്നും വരാതെ നേരിട്ട് OTT-യിലാണ് റിലീസാവുന്നത്. അപ്പോൾ ഈ സിനിമ OTT-യിലായതുകൊണ്ട് തന്നെ അക്രോസ് ദ വേൾഡ് നമുക്ക് എല്ലാവർക്കും ഒരേ സമയം ഇത് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പൃഥ്വിരാജിൻ്റെ ഒരു പടമായതുകൊണ്ടും പൃഥ്വിരാജ് ചെയ്യുന്ന ഒരു ഹിന്ദി സിനിമ ആയതുകൊണ്ട് ഞാനത് കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നു തന്നെ. ഞാൻ ഈ സിനിമ ഇറങ്ങാൻ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അത് കറക്റ്റ് ഒരു 12 മണിക്ക് ശേഷം ഈ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ സാധനം വന്നു. അപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ സിനിമ റിലീസായപ്പോൾ അപ്പോൾ ആദ്യം തന്നെ അത് കാണണം ഞാൻ തീരുമാനിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ സിനിമ പറ്റി പറയുകയാണെങ്കിൽ എന്നെ നിരാശപ്പെടുത്തി. അപ്പോൾ ഈ സിനിമയുടെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. സർസമീൻ, കയൂസി ഇറാനി എന്ന് പറഞ്ഞ ആളാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ആയുഷ് സോണി കഥ എഴുതി. കയൂസ് ഇറാനി, അങ്ങനെയാണ് സ്പെല്ലിംഗ് എന്ന് എനിക്കറിയില്ല, അങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യാന്നറിയില്ല. കയൂസ് ഇറാനി സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുള്ള സിനിമയാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കരൺ ജോഹറും ഹീറുയാഷ് ജോഹർ, അപൂർവ മേത്ത ആൻഡ് ആദർ പൂനവാല. അപ്പോൾ പൂനവാല എന്ന് തന്നെ തോന്നുന്നു. ഹിന്ദി ആയതുകൊണ്ട് എനിക്കത്ര വലിയ പിടുത്തില്ല. ഹിന്ദി ലാംഗ്വേജൊക്കെ എനിക്കറിയാം, ഇവരുടെ പേര് പ്രൊണൗൺസ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫിയും വിഷ്വൽ ട്രീറ്റ് സൈഡൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല രസമുണ്ട് കണ്ടിരിക്കാനായിട്ട്, ക്വാളിറ്റി ഉണ്ട്. ഇതിൽ നമുക്ക് മെയിനായിട്ട് ആർട്ടിസ്റ്റുകൾ എന്ന് പറയാനുള്ളത് അറിയാലോ, പൃഥ്വിരാജ്, പിന്നെ നമ്മളുടെ കാജോൾ ഉണ്ട്, അജയ് ദേവ്ഗൻ്റെ ഭാര്യയായിട്ടുള്ള കാജോൾ ഉണ്ട്, ഇബ്രാഹിം അലി ഖാൻ, അദ്ദേഹമാണ് പിന്നെയുള്ളത് സിനിമയിൽ. സിനിമ ട്രെയിലറിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു മിലിറ്ററി ഓറിയൻറ്റഡ് പടമാണ്. മിലിറ്ററി ഓറിയൻറ്റഡ് പടം ആയതുകൊണ്ടൊന്നുമല്ല ഞാനിത് വെയിറ്റ് ചെയ്തിരുന്നത്, പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ ആയതുകൊണ്ടാണ്. പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ പൃഥ്വിരാജ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അതിന് നമുക്ക് അഭിമാനിക്കാം. പൃഥ്വിരാജ് ഇപ്പോൾ മറ്റ് ഹിന്ദി നടന്മാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പൃഥ്വിരാജ് ബോളിവുഡിൽ പോയിട്ട് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ പറയാം. കാരണം പൃഥ്വിരാജിൻ്റെ ആക്ടിങ്ങിൽ യാതൊരു കാര്യങ്ങളും എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനില്ല. പൃഥ്വിരാജ് വിൽ ബി ഓൾവേസ് ഡു ദ സ്റ്റാൻഡേർഡ്. പൃഥ്വിരാജ് ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. ആടുജീവിതം പോലത്തെ സിനിമയൊക്കെ അത് തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഈ പടത്തിന്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു അച്ഛൻ മകൻ ഉള്ള ഒരു ബൗണ്ടറി കണക്ഷൻ പോലെയാണ് ഈ സിനിമ. സിനിമയുടെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. ഇത് പിന്നെ നമ്മളുടെ വിജയുടെ ഈ അടുത്ത് പൊളിഞ്ഞു പോയ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, ആ സിനിമയുടെ കുറച്ച് ഇതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. കാരണം ഒരു എന്താ പറയുക, ഒരു മകനെ തട്ടിക്കൊണ്ടുപോകലും പിന്നീട് 9 വർഷങ്ങൾക്ക് ശേഷം മകൻ തിരിച്ചു വരലും, തിരിച്ചു വരുമ്പോൾ മകൻ്റെ സ്വഭാവമാകെ മാറി ഇരിക്കുന്ന ആ രീതിയിലൊക്കെയാണ് ഇതിൻ്റെ കഥ പോകുന്നത്. സിനിമ ഭയങ്കരമായിട്ട് എന്നെ നിരാശപ്പെടുത്തി, ഒരു സംശയമില്ല. കാരണം അച്ഛൻ മകൻ മറ്റേ ഈ സാധനങ്ങളൊക്കെ ഇത് മുമ്പ് എവിടെയോ പല സിനിമകളിൽ നിന്നൊക്കെ കോപ്പി അടിച്ച പോലെയൊക്കെയാണ് തോന്നുക. ഒരു പ്രത്യേകിച്ച് ആ പടത്തിൽ എടുത്ത് പറയത്തക്ക ഒരു കാര്യങ്ങളും ഈ സിനിമയിലില്ല, ഈ സർസമീനിലില്ല. പിന്നെ കുറേ പാട്രിയോട്ടിസം, രാജസ്നേഹം കുത്തി നിറച്ചിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പിന്നെ കുറച്ച് ആക്ഷൻ സീക്വൻസുകളും മിലിറ്ററി ചേരുമ്പടി ചേർത്ത് ഇട്ടിട്ടുണ്ട്, മേമ്പടി പോലെ. അത്രയൊക്കെ തന്നെ ഈ പടത്തിനകത്തുള്ളൂ. ഇത് ജിയോ ഹോട്ട്സ്റ്റാറിലായതുകൊണ്ട് നമുക്ക് HDR അവൈലബിൾ അല്ല, ഹൈ ഡൈനാമിക് റേഞ്ചിൽ ഈ പടം അവൈലബിൾ അല്ല. എന്നാൽ 4K വിത്ത് ഡോൾബി അറ്റ്മോസിലും ഡോൾബി 5.1-ലും ഡോൾബി ഡിജിറ്റൽ പ്ലസിലും ഈ സിനിമ അവൈലബിൾ ആണ്. അപ്പോൾ ആ എക്യുപ്മെന്റ്സുകളും അതിനെ പറ്റിയ ഹോം സിനിമ സെറ്റപ്പ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാണാം. അതല്ലെങ്കിൽ നിങ്ങൾ ആപ്പിളിൻ്റെ മാക്ബുക്കിലൊക്കെയാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു ഇതുണ്ട്. സൗണ്ട് മിക്സിങ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ വിഷ്വൽ ക്വാളിറ്റിയും രസമായിട്ടുണ്ട്. ജമ്മു കാശ്മീരിൻ്റെ ഒരു കുറച്ച് പോർഷൻസുകളൊക്കെ കാണിക്കുന്നത് വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ നമ്മളത് ഇമ്പ്രസ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ സിനിമയുടെ ഒരു ആർമി ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ടാണ് ജമ്മു കാശ്മീരിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാശ്മീരൊക്കെ അത് വളരെ സൂപ്പറായിട്ട് കാണിച്ചിരിക്കുന്നത്. ഫാന എന്ന് പറഞ്ഞ പടത്തിലൊക്കെ വളരെ സൂപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് വരുമ്പം പ്രത്യേകിച്ചൊരു പുതുമ, അതായത് വെയിറ്റ് ചെയ്തിരുന്ന് കാണാനുള്ള പടം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ ആയതുകൊണ്ടും ഇത് OTT റിലീസ് ആയതുകൊണ്ടും മാത്രമാണ് ഞാനിരുന്നത് വെയിറ്റ് ചെയ്തിരുന്ന് കണ്ടായിരുന്നത്. കാരണം ഞാനത് ഒരു ആൻറ്റിസിപ്പേഷൻ എനിക്ക് ഉണ്ടായിരുന്നു ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ. എനിക്കറിയാം ഇതിൻ്റെ ഒരു സിനോപ്സിസ് വായിക്കുമ്പോൾ തന്നെ അറിയാം ഇത് അത്ര ഒരു ആക്ഷൻ പാക്ഡ് പടമല്ല. ഇതൊരു പാട്രിയോട്ടിക് ഡ്രാമ മൂവിയാണ്. രാജസ്നേഹവും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളുടെ വിലയൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള സാധനമാണ്. പക്ഷേ ഇത് പൂർണ്ണമായും ഡയറക്ടോറിയൽ പരാജയമായിട്ട് എനിക്ക് ഈ സിനിമ കാണേണ്ടി വരും. സംവിധായകനും സ്ക്രിപ്റ്റും ഒക്കെ ഭയങ്കര പാളിച്ചയാണ്.
പിന്നെ ഈ കഥ ഒരു തിയേറ്ററിൽ വരാണ്ടിരുന്ന് നന്നായി തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇപ്പം കുറേ ദുരന്ത സിനിമകൾ ഇറങ്ങിയ കൂട്ടത്തിൽ തിയേറ്ററിലേക്ക് ഇത് വരാണ്ടിരുന്ന് നന്നായി. എന്തായാലും ഹോട്ട്സ്റ്റാറിൽ ഇറങ്ങിയതുകൊണ്ട്, ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇറങ്ങിയതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് എല്ലാവർക്കും കാണാം. ഇതിൻ്റെ ഒരു തകർച്ച അത്രയും ഇമ്പാക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ വീഡിയോയിലൂടെ ഞാനിത് കാണണ്ടാന്നോ, ഈ സിനിമ എന്താ പറയുക വേറെ ആരും കാണരുതെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാം. ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ നമ്മളെ മൊബൈൽ നമ്പർ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ കുറച്ച് മണിക്കൂർ നേരത്തേക്ക് നമുക്കിത് ഫ്രീ ആയിട്ട് കിട്ടും. ഞാൻ എയർടെൽ യൂസറാണ്. എയർടെല്ലിൽ മാത്രമാണോ അതോ മറ്റ് നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സിനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി ജിയോൻ്റെ സിമ്മുള്ളവർക്ക് എന്തെങ്കിലും ഓഫറുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ ഓഫർ എന്തെങ്കിലും ചൂസ് നോക്കുക. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കൂടാതെ തന്നെ വേറെ 2 പടം കൂടി അവിടുത്തെ കാണാം. നമുക്ക് റോന്ത് എന്ന് പറഞ്ഞ സിനിമയും DNA എന്ന് പറഞ്ഞ പടമുണ്ട്. റോന്ത് ഞാൻ കണ്ടിരുന്നു, DNA സൂപ്പർ പടമാണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കാണാനായിട്ട് ജിയോ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ആ കൂട്ടത്തിൽ ആ 2 പടം കൂടി കണ്ടാൽ നിങ്ങൾക്ക് ലാഭമായിരിക്കും. അപ്പോൾ ഈ സിനിമേനെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയാനില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ പറയുകയാണെങ്കിൽ അട്ടർ ഫ്ലോപ്പ് എന്ന് തന്നെ പറയാം. അപ്പോൾ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ ആയതുകൊണ്ട്, പൃഥ്വിരാജ് ഞാൻ നന്നായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരു നടനായതുകൊണ്ട് മാത്രം ഞാൻ കണ്ടു. പക്ഷേ ഹിന്ദി സിനിമയുടെ നിലവാരം താഴ്ന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനും ബെറ്റർ സിനിമകൾ മലയാളത്തിൽ ഉണ്ടാകുന്നുണ്ട്. എനിവേ, ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ.